ഈ പാകിസ്ഥാൻ്റെ ഇൻഫ്രാസ്ട്രക്ചറിനെ തന്നെ അറ്റാക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഒരു രീതിയിലേക്ക് നമ്മൾ പോകണം. കാരണം ഒരു അതിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാൻ, അതിൽ നിന്ന് ഓവർകം ചെയ്ത് വരാൻ അവർക്ക് വളരെയധികം ബുദ്ധിമുട്ടേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ ചെന്നെത്തണം. പഹൽഗാം ഏരിയ ഈ പണ്ട് തൊട്ടേ ഇവിടെ കൂടെ ഈ ഇഷ്ടംപോലെ ടെററിസ്റ്റ് വന്നു പോയിട്ടുള്ള റൂട്ടുകളാണ്. അത് ആ ടെറൈൻ്റെ ഒരു കുഴപ്പം കൂടെ ഉണ്ടായില്ല. കാടാണ്. പിന്നെ അവർക്ക് അവിടുത്തെ റൂട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ടണൽസ് പോലത്തെ റൂട്ട് തന്നെ അവർക്കുണ്ട്. അവരുടെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാർ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ കൺട്രീസിൽ തന്നെ ഉണ്ട്. പ്രത്യേകിച്ച് ആ ബോർഡർ ഏരിയസിലുള്ള ചില സ്റ്റേറ്റുകളിലൊക്കെ അവരുമായിട്ട് കൂടെ ചേർന്ന് അല്ലെങ്കിൽ അവരെ എന്ത് കാര്യത്തിനും സപ്പോർട്ട് ചെയ്യുന്ന ഒരു തരത്തിലുള്ള ആൾക്കാരാണ്. പാകിസ്ഥാൻ്റെ കൂടെ ഒത്തുചേർന്നിട്ടാണോ അവർ ഏതായാലും ഒരു ടീമായിട്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ചൈനയെ അങ്ങ് വിട്ടുകൊടുക്കാനൊന്നും പറ്റില്ല. ചൈന എന്നുള്ളത് നമ്മുടെ ഒരു പ്രധാന ഒരു എനിമിയായിട്ട് നിലനിൽക്കുക തന്നെയാണ്. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. ഇന്ത്യക്ക് വലിയ ആഘാതമായിരിക്കുകയാണ് ജമ്മുകശ്മീരിലുണ്ടായ ഭീകരാക്രമണം. പഹൽഗാമിലാണ് ആക്രമണമുണ്ടായത്. വിനോദസഞ്ചാരികളെയാണ് ആക്രമിച്ചത് എന്നുള്ളതാണ് ഏറ്റവും വേദനാജനകമായിട്ടുള്ള കാര്യം. അതായത് മറ്റൊരു സ്ട്രാറ്റജി ഭീകരവാദികൾ സ്വീകരിക്കുകയാണ്. പ്രദേശവാസികളെ ഒഴിവാക്കിക്കൊണ്ട് അവിടെ സന്ദർശനത്തിനെത്തിയവരെ ടാർഗറ്റ് ചെയ്തിരിക്കുന്നു. അതിലൂടെ ജമ്മുകശ്മീർ ഇനിയും ശാന്തിയിലേക്ക് എത്തിയിട്ടില്ല എന്ന ഒരു മെസ്സേജ് ലോകത്തിന് കൊടുക്കാനാണ് അവർ ശ്രമിക്കുന്നത് എന്ന നിരീക്ഷണം വന്നിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർ എന്നവകാശപ്പെട്ട് മുന്നോട്ട് വന്നവർ വീണ്ടും വീണ്ടും ഇന്ത്യയെ പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, ചില പ്രസ്താവനകളിലൂടെയും സന്ദേശങ്ങളിലൂടെയും ഒക്കെ തന്നെ. ഇതിന് പിന്നിൽ പാകിസ്ഥാൻ ഇല്ല എന്നവർ ആണയിട്ട് പറയുമ്പോഴും ഇന്ത്യ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള വ്യക്തമായ സന്ദേശം ഇന്ത്യ നൽകി കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് സാഹചര്യം വിലയിരുത്താം ഡിഫൻസ് പേഴ്സ്പെക്റ്റീവിൽ. ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നു മുൻ സൈനികൻ റിട്ടയർഡ് ലഫ്റ്റനന്റ് കേണൽ SR ഭുവനചന്ദ്രൻ നായർ. നമസ്കാരം സർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. ഈ ഒരു ആക്രമണത്തിന് ശേഷം ഭീകരരുടെ രേഖാചിത്രം സൈന്യം പുറത്തുവിട്ടിട്ടുണ്ട്. പക്ഷേ ഈ ആക്രമണം നടത്തി എന്ന് കരുതുന്ന TRFകാർ, അതായത് റെസിസ്റ്റൻസ് ഫ്രണ്ടുകാർ ഇപ്പോൾ വീണ്ടും ഒരു സന്ദേശം പുറത്തുവിട്ടിരിക്കുകയാണ്. ഈ ആക്രമണത്തിൽ നിന്നും ഇന്ത്യ പാഠം ഉൾക്കൊള്ളണം എന്ന്, പഠിക്കണം എന്നാണ് അവർ പറയുന്നത്. ഈ ഒരു ആക്രമണത്തിലൂടെ എന്തായിരിക്കാം ഭീകരവാദികൾ ലക്ഷ്യം വയ്ക്കുന്നത് എന്നാണ് അങ്ങ് കരുതുന്നത്? നമ്മൾ ഈ കുറേ കാലമായിട്ട് 2019 തൊട്ട് ഇങ്ങോട്ടുള്ള കാലങ്ങളിൽ കുറേ കാലമായിട്ട് വളരെ സൈലൻ്റ് ആയിരുന്ന ഒരു ഏരിയയിൽ പെൽറ്റിങ്ങും സ്റ്റോൺ പെൽറ്റിങ്ങും ഒക്കെ കുറഞ്ഞു വരുന്ന ഒരു കാലത്ത് ഇലക്ഷനൊക്കെ നടന്ന് ഭംഗിയായിട്ട് കാര്യങ്ങൾ വരുന്നു, ടൂറിസ്റ്റുകൾ അവിടെ പോയിക്കൊണ്ടിരിക്കുന്ന ആ സമയത്ത് ഇങ്ങനൊരു സാധനം ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി പാകിസ്ഥാൻ കുറേ കാലങ്ങളായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നു നമ്മൾ തീരുമാനിക്കണം. കാരണം ഇതൊരു സ്പൊറാഡിക്കായിട്ട് പെട്ടെന്ന് വന്ന ഒരു അറ്റാക്കല്ല. ഇത് വളരെയധികം പ്ലാൻ ചെയ്ത് നമ്മളിപ്പം പിന്നെ ഇവിടെ ബോംബെയിൽ അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട്, ഈ മറ്റ് സ്ഥലങ്ങളിലൊക്കെ അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട്, വളരെയധികം കാഷ്വാലിറ്റീസ് നമുക്കുണ്ടായിട്ടുണ്ട്. അതൊക്കെ വളരെ പ്ലാൻ ചെയ്ത്, ഇതും അതേപോലെ ഒരു പ്ലാനിങ് അറ്റാക്കാണ്. അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് ഈ പാകിസ്ഥാൻ ഈ പഹൽഗാം റൂട്ട് തന്നെ സ്വീകരിക്കാനുള്ളതാണ്. അമർനാഥ് യാത്ര ഉടൻ തന്നെ തുടങ്ങാൻ പോവുക. ഇതൊരു സ്ട്രാറ്റജിക്കൽ ലൊക്കേഷനാണ് അവരെ സംബന്ധിച്ചത്. മാത്രമല്ല ഈ പഹൽഗാം എന്നുള്ള ഒരു സൗത്ത് കാശ്മീരിൻ്റെ ഒരു ടെററിസ്റ്റുകളെ ഇവരുടെയൊക്കെ അകത്ത് വരാനുള്ള ഒരു റൂട്ടാണ് ഈ പ്ലാൻ ചെയ്തത്. ഇത് പണ്ടേ ഉള്ള റൂട്ടാണ്. ശരിക്കും കാശ്മീരിൽ രണ്ട് പ്രധാനപ്പെട്ട റൂട്ടുകൾ, ഒന്ന് നോർത്ത് കാശ്മീരിലും ഒന്ന് സൗത്ത് കാശ്മീരിലും. ആ സൗത്ത് കാശ്മീരിലുള്ള റൂട്ടിൻ്റെ പ്രധാന ഒരു ബേസ് എന്ന് പറയുന്നത് ഈ പഹൽഗാമാണ്. അവിടെ നമ്മളൊരു വലിയൊരു വിനോദസഞ്ചാര കേന്ദ്രമാക്കി അവിടുത്തെ ഈ തടാകങ്ങളെയൊക്കെ വളരെ ക്ലീൻ ചെയ്ത ആളുകൾക്ക് ആക്സസിബിളാക്കി അതിനെ ഭംഗിയാക്കി ആസ്വദിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുത്ത് അവിടെ ചെറിയ കുടിലുകളൊക്കെ വെച്ച് ആൾക്കാർക്ക് അവിടെ പോകാനുള്ള സൗകര്യമൊക്കെ ഉണ്ടാക്കി ഒരു ട്രാൻസ്പോർട്ടേഷൻ രീതിയിൽ അത് ഇപ്പം കാൽനട യാത്രക്കാർക്കും കുതിര സവാരികൾക്കും മാത്രമേ പോകാനുള്ളൊരു അവസരമാണെങ്കിൽ തന്നെയും അതിൻ്റേതായിട്ടുള്ളൊരു ഭംഗി അവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അങ്ങനെ പാകിസ്ഥാൻ കുറേശ്ശെയായിട്ട് ഇന്ത്യ കുറേശ്ശെയായിട്ട് ഈ കാശ്മീരിലൂടെ ആ കാശ്മീരിൻ്റെ പഴയ രീതിയിലേക്ക് വരുന്ന ഒരവസ്ഥയാണ് എല്ലാ ലോകരാഷ്ട്രങ്ങളും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതെ, കാശ്മീർ പഴയതുപോലെ സമാധാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞു, വിനോദസഞ്ചാരികൾ വരുന്നു, ജീവിതം സാധാരണ നിലയിലേക്ക് എത്തിക്കഴിഞ്ഞു എന്ന ഒരു സന്ദേശം ലോകത്തിന് നൽകി കഴിഞ്ഞു. എല്ലാം അവിടുത്തെ പ്രദേശവാസികൾ പോലും ഈ ടൂറിസ്റ്റുകൾ വരുന്നത് കൊണ്ട് അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുക, അവർക്ക് ബിസിനസ് ഉണ്ട്, അവർക്ക് വരുമാനം. ഒന്ന് ഡിസ്റപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അത് അങ്ങനെ അങ്ങ് പോകണ്ട എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു വാശിയോട് കൂടിയിട്ടുള്ള ഒരു പ്ലാൻഡ് ആയിട്ടുള്ള ആക്രമണമാണ് ഇതേ സമയത്ത് നടത്തിയത്. പ്രത്യേകിച്ച് ഇപ്പോൾ നടത്താനുള്ള രണ്ട് പ്രധാന കാരണങ്ങൾ ഈ അമർനാഥ് യാത്ര അല്ലാതെ നമുക്ക് പറയാൻ സാധിക്കുന്നത്, ഒന്ന് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസിൻ്റെ ഒരു വിസിറ്റ്, ഒരു സ്ട്രാറ്റജിക്കൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു അമേരിക്കയുമായിട്ടുള്ള നമ്മുടെ റിലേഷനെ ഇംപ്രൂവ് ചെയ്യിപ്പിക്കാൻ നിൽക്കുന്ന ഒരവസ്ഥ.
ആ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ നമ്മുടെ സൗദി അറേബ്യയിലേക്കുള്ള യാത്രയിലാണ്. അദ്ദേഹം സൗദി അറേബ്യയും മറ്റുള്ള പിന്നെ അവിടെയുള്ള കൺട്രീസുമായിട്ടൊക്കെ നല്ലൊരു റിലേഷൻ ഉണ്ടാക്കിയെടുക്കാൻ ശ്രദ്ധിക്കുന്ന സമയം പാകിസ്ഥാനെ ഇൻഫാക്ട് ഒറ്റപ്പെടുത്താൻ പാകിസ്ഥാൻ്റെ സഹായിയായിട്ട് നിന്നിരുന്ന സൗദി അറേബ്യ തുടങ്ങിയിട്ടുള്ള ആ ഗൾഫ് രാഷ്ട്രങ്ങളെ ഒരു പരിധി വരെ ഒറ്റപ്പെടുത്തി നമ്മുടെ രീതിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ നടന്നുകൊണ്ട്. ലോകം എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞു പാകിസ്ഥാൻ എന്ന് പറയുന്നത് തീവ്രവാദത്തിന്റെ പ്രഭവ കേന്ദ്രമാണ്, ട്രെയിനിങ് കേന്ദ്രമാണ് എന്നുള്ളത്. അതൊരു ടെറർ സ്പോൺസേർഡ് ആയിട്ടുള്ള ഒരു കൺട്രി ആണെന്നുള്ളത് ഇപ്പോൾ അറിഞ്ഞുവെങ്കിൽ തന്നെയും അതിനെ നമുക്ക് സെല്ല് ചെയ്യാൻ അധികം സാധിച്ചിട്ടില്ല. കാരണം ഇന്ത്യ ആയിരിക്കണം അത് സെല്ല് ചെയ്യാൻ സാധിക്കുന്ന ഒരു രാജ്യം. ആ ഒരു രീതിയിലേക്ക് ഇന്ത്യ വന്നേ പറ്റുള്ളൂ. ഇന്ത്യ നമ്മൾ പണ്ട് പറഞ്ഞതുപോലെ നമ്മളെ ഉപദ്രവിച്ചില്ലെങ്കിൽ ഒന്നും ചെയ്യേണ്ട മിണ്ടാതിരിക്കുക എന്നുള്ള ഒരു അവസ്ഥയൊക്കെ മാറി നമ്മളൊരു ഒഫൻസീവ് ടാക്ടിക്സിലേക്ക് പോകേണ്ട ഒരു അവസരമാണ് നമ്മൾ വന്നത്. ഇത് എല്ലാവരും തിങ്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ പല ചർച്ചകളും ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. മിക്കവാറും ആൾക്കാർ പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മളൊരു ഒഫൻസീവായിട്ടുള്ള ഒരു ആക്ഷനിലേക്ക് പോകണം. പണ്ടത്തെ പോലെ നമ്മൾ ഡിഫെൻസീവായിട്ട് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഏത് തരത്തിലുള്ള ഉപദ്രവിക്കാനുള്ള അവസരം ഉണ്ടാകും. നമ്മളൊരു വലിയൊരു രാഷ്ട്രമല്ല, അല്ലെങ്കിൽ നമുക്കതിനുള്ള കഴിയില്ല എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നതിന് പകരം നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് കാണിച്ച് ഒരു ഒഫൻസീവായിട്ടുള്ള രാഷ്ട്രമായിട്ട് നമ്മൾ ഇൻഫാക്റ്റ് ഞാൻ പറയുന്നത് കാര്യമെന്ന് പറഞ്ഞാൽ ഈ പാകിസ്ഥാൻ്റെ ഇൻഫ്രാസ്ട്രക്ചറിനെ തന്നെ അറ്റാക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഒരു രീതിയിലേക്ക് നമ്മൾ പോകണം. അവരുടെ ഡിഫൻസ് ഇൻഫ്രാസ്ട്രക്ചറിനെ തന്നെ അറ്റാക്ക് ചെയ്യുന്ന രീതിയിലേക്ക്. കാരണം അതിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാൻ, അതിൽ നിന്ന് ഓവർകം ചെയ്ത് വരാൻ അവർക്ക് വളരെയധികം ബുദ്ധിമുട്ടേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ ചെന്നെത്തണം. അതിനുള്ള കഴിവൊക്കെ നമുക്കുണ്ട്, ലോകരാഷ്ട്രങ്ങൾക്കറിയാം. പക്ഷെ നമ്മളൊരു സമാധാനം കാക്ഷിക്കുന്ന രാഷ്ട്രമെന്നുള്ള നിലയ്ക്ക് നമ്മളതിൽ നിന്നൊക്കെ പിന്തിരിഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയാണ്. അതൊക്കെ മാറി നമ്മൾ ഒരു ഒഫൻസീവിലേക്ക് പോയി അതിലൂടെ പാകിസ്ഥാനെ ഒരു പാഠം പഠിപ്പിച്ച് അവരുടെ ടെററിസം മാറ്റാനുള്ള, പാകിസ്ഥാനെ പാഠം പഠിപ്പിക്കുന്നതല്ല നമ്മുടെ ഉദ്ദേശം, അതൊരു കൺട്രിയായിട്ട് വളരട്ടെ. പക്ഷേ അതോടൊപ്പം അവിടെ നടക്കുന്ന ബുദ്ധിമുട്ട് അവർക്ക് തന്നെ ഉള്ള ബുദ്ധിമുട്ടാണത്. അവിടെ ബലൂചിസ്ഥാനിലും ഒക്കെ നടക്കുന്ന ബുദ്ധിമുട്ടുകൾ അവസാനിപ്പിച്ചൊരു ഒരു ടെററിസം ഇല്ലാത്ത ഒരു രാജ്യമായിട്ട് തന്നെ വളർത്തിയെടുത്തു കഴിഞ്ഞാൽ അത് പാകിസ്ഥാനും നല്ലതായിരിക്കും, നമുക്ക് നല്ലതായിരിക്കും. അതെ, അങ്ങനെയുള്ളൊരു ചിന്താഗതിയിലേക്ക് വരണം. അതെ, തീർച്ചയായിട്ടും. കാരണം നമ്മൾ 2019 പുൽവാമ ആക്രമണത്തിന് ശേഷം വളരെ ശക്തമായിട്ട് തിരിച്ചടി കൊടുത്തിരുന്നു. സർജിക്കൽ സ്ട്രൈക്ക് ഇന്നും ഒരിക്കലും പാകിസ്ഥാൻ മറക്കുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴാണ് വീണ്ടും നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു നമ്മളെ ഇനി അവർ ആക്രമിക്കില്ല എന്ന്. പക്ഷേ ആ കോൺഫിഡൻസിനെ തകിടം മറിച്ചുകൊണ്ടാണ് ഇപ്പോൾ വീണ്ടും ആക്രമിച്ചിരിക്കുന്നത്. പാകിസ്ഥാൻ്റെ സഹായമുണ്ട് എന്ന് വ്യക്തമായി കഴിഞ്ഞു. അവർ തുറന്ന് സമ്മതിച്ചിട്ടില്ല എങ്കിലും നമുക്കറിയാം ലഷ്കർ ഇ തോയ്ബ ലിങ്ക് ഉണ്ട് ഇതിനെന്ന് വ്യക്തമായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു സംഭവത്തിലൂടെ ഇന്ത്യൻ ആർമി ഒരു ഓവർ കോൺഫിഡൻസിലേക്ക് പോയതാണോ, അതോ മിലിറ്ററി ഇൻ്റലിജൻസിന് എന്തെങ്കിലും പിഴവ് സംഭവിച്ചതാണോ, അതോ നമ്മുടെ അവിടെ നിന്ന് കുറേ സൈനികരെയൊക്കെ നമ്മൾ പിൻവലിച്ചിരുന്നു, അതൊക്കെയാണോ ഇതിലേക്ക് വഴിവെച്ചത്? അല്ലല്ല, ഇന്ത്യ ആക്ച്വലി ഞാൻ പറഞ്ഞില്ലേ ഒരു സമാധാനം കൺട്രി എന്നുള്ള രൂപത്തിലാണ് നമ്മൾ വളർന്നു വന്നത്. നമ്മൾ തുടർച്ചയായിട്ടുള്ള വളർച്ചയൊക്കെ ആ രീതിയിലായിരുന്നു. പക്ഷേ ഒരു ചേഞ്ച് ഇപ്പോൾ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് അത് സ്റ്റെബിലൈസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പം നമുക്കറിയാത്ത പല കാര്യങ്ങളും ഇന്ത്യൻ ആർമിക്കകത്ത് നടക്കുന്നുണ്ട്. അതൊരു സെക്യൂരിറ്റി സിസ്റ്റം എന്നുള്ള നിലയ്ക്ക് പലതരത്തിലും അത് പുറത്ത് പലതും വരാറില്ല. എന്താ എനിക്കറിയാമെന്നുള്ള 1-2 കാര്യങ്ങൾ ഞാൻ അത് വളരെ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അവതരിപ്പിക്കുകയാണെങ്കിൽ, ഇന്ന് ഇന്ത്യൻ ബോർഡേഴ്സ് എല്ലാം സർവിലൻസ് സിസ്റ്റംസ് കൊണ്ട് വളരെയധികം നമ്മൾ ഡോമിനൻ്റ് ആയിരിക്കുന്ന ഒരവസ്ഥയാണ്. സർവിലൻസ് സിസ്റ്റം നമുക്ക് നല്ലതായിട്ടുണ്ട്. പിന്നെ ഡ്രോൺസ്, മറ്റു കാര്യങ്ങളും, പിന്നെ നമുക്ക് ഉള്ള ആയുധങ്ങൾ തന്നെയും പാകിസ്ഥാനേക്കാൾ വളരെ ഡോമിനൻ്റ് ആകാനുള്ള സാധ്യതയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ഉണ്ട്. മാത്രമല്ല നമ്മളിപ്പോൾ ഒരു യൂണിഫൈഡ് കമാൻഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. പണ്ട് നമ്മൾ ആർമി ഒക്കെ ഇങ്ങനെ സെപ്പറേറ്റ്, BSF സെപ്പറേറ്റ്, അങ്ങനെ ഇരിക്കുന്നൊരവസ്ഥയായിരുന്നു. ഇന്ന് BSF, ആർമി, പിന്നെ ഈ രാഷ്ട്രീയ റൈഫിൾസ് എന്നൊക്കെ പറയുന്ന അതെല്ലാം കൂടെ കൊണ്ടൊരു ആർമിയുടെ കീഴിൽ ഒരു യൂണിഫൈഡ് കമാൻഡായിട്ട്, ഒരു കമാൻഡ് ആൻഡ് കൺട്രോൾ എപ്പോഴും ഒരാളിൻ്റെ കയ്യിൽ വരുത്ത രീതിയിൽ ഒരു യൂണിഫൈഡ് കമാൻഡ് അവിടെ ഉണ്ടാക്കി. അപ്പോൾ ഏത് സമയത്ത് നമുക്ക് റിയാക്ട് ചെയ്യാനോ ആക്ട് ചെയ്യാനോ ഒക്കെ ഉള്ള ഒരു പെർമിഷൻ. പിന്നെ ഞാൻ എൻ്റെ ഒരു സമയം പറയുകയാണെങ്കിൽ, ഈ ആർമിക്ക് ഒരു റിയാക്ഷൻ അല്ലെങ്കിൽ ഒരു കാര്യം, ഒരു സംഭവം ഉണ്ടായാൽ, ഒരു ബോംബാർഡ്മെൻറ്റ് ഉണ്ടായാൽ, നമുക്കത് റിയാക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ച് ഡിലേ ഉണ്ടാകാനുള്ള ഒരു അവസ്ഥയായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നു. വളരെ കാലങ്ങൾക്ക് മുമ്പ് ഓർഡർ വരണം, ഡൽഹിയിൽ നിന്ന് നമുക്ക് പ്രത്യേകിച്ചായിട്ട് നമ്മുടെ ഒരു റിയാക്ഷൻ്റെ സമയം വരണം, ആ സമയത്ത് നമ്മൾ റിയാക്ട് ചെയ്യും. അതൊക്കെ ഇപ്പോൾ കുറേയൊക്കെ മാറിയിട്ടുണ്ട്. അതൊക്കെ ഇപ്പോൾ ഒരു ലോക്കൽ ലീഡേഴ്സിന് അവരുടേതായിട്ടുള്ള ഒരു തീരുമാനമെടുക്കാനും ഒക്കെ ഒരു അവസ്ഥയുണ്ടായിട്ട്. ഇന്നലെ തന്നെ ഞാൻ ഇത് പറയുമ്പോൾ, ഇന്നലത്തെ ആ ആക്ഷൻ നടന്ന് മണിക്കൂറുകൾക്കകം അവരുടെ ഈ ആൾക്കാർ പോയി തുടങ്ങിയിട്ടുണ്ട് ഇവരെ കവർ ചെയ്യാനും ഐസൊലേറ്റ് ചെയ്യാനും ഈ ടെററിസ്റ്റിനെ കണ്ടുപിടിക്കാനും. പിന്നെ ഈ പഹൽഗാം ആ സ്ഥലത്തേക്കുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത്,
ഒരു 5 മണി 6 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരങ്ങ് ഈ ഒരു ഡാർക്ക്നെസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ ഈ കാടിലേക്ക് അങ്ങ് പോയി കഴിഞ്ഞാൽ അവരെ ലൊക്കേറ്റ് ചെയ്യാൻ പ്രയാസമായിരിക്കും. പിന്നെ അവർക്ക് ഈ ഓവർ ഇതായിട്ട് വന്നിട്ട് ഹെലികോപ്റ്ററിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ടെക്നിക്കലായിട്ടുള്ള ഒരു രൂപത്തിൽ മാത്രമേ ഇവരെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ ചെയ്യൂ, ഐസൊലേറ്റ് ചെയ്യാൻ പറ്റൂ. അതൊരു ബുദ്ധിമുട്ടാണ് ഇന്ത്യൻ ആർമി. എന്നാലും ഇന്ത്യക്ക് ആർമി അത് ചെയ്യും. അവർക്ക് അവരുടേതായിട്ടുള്ള സിസ്റ്റംസ് ഇപ്പോൾ ഉണ്ട്. ഇപ്പോൾ തന്നെ നമ്മൾക്ക് ഈ ബൈനോക്കുലർ, ഈ നൈറ്റ് വിഷൻ ബൈനോക്കുലേഴ്സ്, അങ്ങനെയുള്ള മാത്രമല്ല, ഞാൻ എല്ലാം പറയുന്നത് പ്രധാനപ്പെട്ട നല്ല കുറേ എക്യുപ്മെൻറ്റ്സ് നമ്മുടെ അടുത്ത് ഇങ്ങനെയുള്ള ഏരിയാസ് കവർ ചെയ്യാനും രാത്രിയിൽ തന്നെ അവരെയൊക്കെ കണ്ടുപിടിക്കാനും ഒക്കെ ഉള്ള സിസ്റ്റംസ് ഒക്കെ നമ്മുടെ കയ്യിൽ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഇവരെ ഐസൊലേറ്റ് ചെയ്യാൻ സാധിക്കും. താങ്കൾ പറഞ്ഞതുപോലെ ഇവരെ കണ്ടുപിടിച്ചു അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ നമ്മളവരെ പിടിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ അവരെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് വേണം കൂട്ടാൻ. പിന്നെ ഈ പഴയ രീതി എന്ന് പറഞ്ഞാൽ ഈ ടെററിസ്റ്റ് വന്നു കഴിഞ്ഞാൽ അവരെ അപ്പം തന്നെ ആക്ഷൻ കഴിഞ്ഞ് പോകുന്നവരെ നമ്മൾ പിന്തുടച്ചിട്ട്, അതായത് ഫോളോ അപ്പ് ഉടനെ ചെയ്തിട്ട് പിടിക്കുന്ന ആ സിസ്റ്റം അല്ല ഇപ്പോഴുള്ളൂ. അവരെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക, എന്നിട്ട് നമ്മൾ കറക്റ്റ് സ്ഥലത്ത് വെച്ചിട്ട് ഐസൊലേറ്റ് ചെയ്യുക, എന്നിട്ട് അവരെ കൈകാര്യം ചെയ്യുക എന്നുള്ള രീതിയിലാണ്. ആ രീതിയിൽ നമ്മൾ വളരെ എബവാണ്. നമ്മൾ വളരെ നല്ല രീതിയിൽ നമുക്ക് എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. അതൊക്കെ ഇവിടെ വർക്ക് ചെയ്യും. ഇവരെയൊക്കെ പുറത്ത് കൊണ്ടുവരാനുള്ള ഒരു അവസരം ഉണ്ടാകും. തീർച്ചയായിട്ടും പുറത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യും. പിന്നെ ഇവർ പറയുന്നത്, പാകിസ്ഥാൻ പറയുന്നത്, ഞങ്ങൾ പണ്ടും പറയുന്നുണ്ട് ഇപ്പോഴും പറയും ഞങ്ങളിൽ ഇൻവോൾവ്മെൻ്റ് അല്ല എന്നുള്ളത്. വളരെ ക്ലിയറായിട്ട് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ISI എന്ന് പറയുന്നത് ഇന്ത്യൻ പാകിസ്ഥാൻ്റെ ആർമിയേക്കാളും വളരെ ശക്തിയുള്ള ഒരു ഓർഗനൈസേഷനാണ്. അവിടെ പാകിസ്ഥാൻ ചീഫ് പറയുന്ന ഒരു ISI പറയുന്ന ഒരു ചീഫ് പറയുന്ന പോലെ കേൾക്കുക എന്നുള്ളൊരവസ്ഥയിലാണ് വന്നിരിക്കുന്നത്, നമ്മളെപ്പോലെ എല്ലാവരും. പിന്നെ നമ്മുടേതായിട്ടുള്ള എക്യുപ്മെൻറ്റൽ ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു അഡ്വാൻസ്മെൻറ്റ് ഈ ഒരു ഓപ്പറേഷൻ വളരെ ചുരുക്കമായിട്ട് പെട്ടെന്ന് തന്നെ ഇവരെ കണ്ടുപിടിക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ പറഞ്ഞു, ഇപ്പോൾ ഇവരെ തിരഞ്ഞു പിടിക്കാനുള്ള എക്യുപ്മെൻറ്റ്സ് എല്ലാം നമുക്കുണ്ട്, അവർ കാട്ടിനകത്തേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്, കാട്ടിൽ ഒളിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. ഇപ്പോൾ നമുക്ക് സ്ട്രാറ്റജിക്കലായിട്ട് നോക്കും, തന്ത്രപരമായിട്ട് നമ്മൾ ഇനി സ്വീകരിക്കാൻ പോകുന്നത് ഈ അതിർത്തിയിൽ കൂടുതൽ സർവൈലൻസ് ഏർപ്പെടുത്തുക, കൂടുതൽ പരിശോധന ഏർപ്പെടുത്തുക, കാവൽ ഏർപ്പെടുത്തുക, കൂടുതൽ സൈനികരുടെ സാന്നിധ്യം ജമ്മു കാശ്മീരിലേക്ക് ഇനി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? നേരത്തെ സൈനികരുടെ എണ്ണം കുറച്ചു. സൈനികരുടെ എണ്ണം കുറച്ചു എന്ന് പറയുന്നത് അത്ര, കാരണം ഈ ഒരു ഏരിയ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ ജമ്മു കാശ്മീർ ഏരിയ നമ്മൾ വളരെ കൃത്യമായിട്ട് സർവൈലൻസ് ചെയ്യുന്ന ഒരു ഏരിയയാണ് ഇപ്പോഴും കുറച്ച് കാലങ്ങൾ. കാരണം അവിടെ 370 ആർട്ടിക്കിൾ അബ്രിവേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവിടെ ഉണ്ടാകുന്ന ഓരോ മൂവ്മെൻറ്റ്സും എനിക്ക് തോന്നുന്നു ഇന്ത്യൻ ഇൻ്റലിജൻസും കേന്ദ്ര ഗവൺമെൻറ്റും ഒക്കെ ഇത് വളരെ കൃത്യമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഒരു പിൻവലിച്ചൊരു ആർമി ഉണ്ടാക്കുന്നത് പറയുന്നതിൽ അത്രമാത്രം സത്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം അവർക്കത് പറ്റില്ല. കാരണം ഇപ്പോൾ ഒരു സ്റ്റെബിലൈസ് ചെയ്യുന്ന അവസ്ഥയാണ്. ഇപ്പോഴത്തേക്ക് കഴിഞ്ഞ വർഷം ഇലക്ഷൻ നടന്നിട്ട് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അത് കഴിഞ്ഞിട്ട് അവരുടെ ലോക്കൽ ബോഡി ഇലക്ഷൻസ് നടന്നു, അതിലും പ്രശ്നം ഉണ്ടായിട്ടില്ല. വോട്ടർ പെർസെൻറ്റേജ് ടേൺ ഔട്ടൊക്കെ കൂടുക ഉണ്ടായത്. അതിൻ്റെ അർത്ഥം അതൊരു നോർമൽസിയിലേക്ക് വരുന്ന ഒരവസ്ഥയാണ്. ഈ നോർമൽസിയിലേക്ക് വരുമ്പോൾ അവിടുത്തെ ഗവർണറും അവിടുത്തെ മുഖ്യമന്ത്രിയും ഒക്കെ തീർച്ചയായിട്ടും ഇന്ത്യൻ ഗവൺമെൻറ്റുമായിട്ട് കോപ്പറേറ്റ് ചെയ്ത് അതിനെ ഒരു സർവിലൻസ് ഏരിയ ആയിട്ട് കണ്ട് അതിനെ ഭംഗിയായിട്ട് നോക്കാനും അതിൽ നിന്ന് പിൻവലിക്കാനുള്ള അവസരം ഉണ്ടാകുമെന്ന് എനിക്ക് വിശ്വാസമില്ല. അത് ചെയ്യില്ല. പിന്നെ എങ്ങനെ ഇത് സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു റൂട്ടിന് തന്നെ ഒരു കവേർഡ് റൂട്ടാണ്, ഫോറസ്റ്റഡ് റൂട്ടാണ്. ഇവർക്ക് ഈ പഹൽഗാം ഏരിയ ഈ പണ്ട് തൊട്ടേ ഇവിടെ കൂടെ ഈ ഇഷ്ടംപോലെ ടെററിസ്റ്റ് വന്നു പോയിട്ടുള്ള റൂട്ടുകളാണ്. അത് ആ ടെറൈൻ്റെ ഒരു കുഴപ്പം കൂടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇന്ത്യൻ ടെറൈനിൽ ഈ ജമ്മു കാശ്മീരിൻ്റെ ഈ ഏരിയാസൊക്കെ ഭയങ്കര കവേർഡാണ്. ഈ അവിടെ കൂടെ ആൾക്കാർ പോയാലൊന്നും വെളിയിൽ അറിയാൻ പറ്റില്ല, കാടാണ്. പിന്നെ അവർക്ക് അവിടുത്തെ റൂട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്, ടണൽസ് പോലത്തെ റൂട്ട് തന്നെ അവർക്കുണ്ട്. ആ റൂട്ടുകൾ പാകിസ്ഥാനിൽ വന്നിട്ട് അത് അവർ വർഷങ്ങളോളം പ്ലാൻ റൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ഥലങ്ങളാണ്. ഇപ്പോഴാണ് നമ്മൾ ആ ഏരിയയൊക്കെ കുറച്ച് ഓവറായിട്ട് ആൾക്കാരെയൊക്കെ കൊണ്ടുപോയി വെളിയിലുള്ള ആൾക്കാരെയൊക്കെ താമസിപ്പിച്ച് അവിടെ ഒരു വിനോദസഞ്ചാര ഏരിയയൊക്കെ ആക്കി. നേരത്തെ വിനോദസഞ്ചാര ഏരിയ ആയിരുന്നെങ്കിൽ തന്നെ ഇപ്പോൾ അത് ആളുകൾ ആക്സസ് ചെയ്യുന്ന ഒരു ഏരിയ ആക്കി മാറ്റിയിട്ടുണ്ട്. ഇലക്ഷന് ശേഷം പുതിയ ഒരു ഏരിയയിലേക്ക് വരുന്നതിന് അൺഫോർച്ചുനേറ്റാണ് ഇങ്ങനൊരു സംഭവം അവിടെ ഉണ്ടാകാൻ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് തന്നെ അറിയാം അവർ സിവിലിയൻ സോഫ്റ്റ് ടാർഗറ്റാണ്. സോഫ്റ്റ് ടാർഗറ്റിനെ അവർ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു വലിയൊരു വിഷയമാകും, ഓൾ ഇന്ത്യ ലെവലിൽ അല്ലെങ്കിൽ തന്നെ ഇൻ്റർനാഷണൽ ലെവലിൽ ഒരു വിഷയമാകും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവർ ചെയ്തിരിക്കുന്നത്. പക്ഷേ നമ്മൾക്ക് അവിടെ നമ്മുടെ ട്രൂപ്സ് ഒന്നും മാറിയിട്ടൊന്നുമില്ല. അപ്പം തന്നെ ട്രൂപ്സിന് റിയാക്ട് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ട്രൂപ്പ് സിസ്റ്റം പോലും ഉണ്ട്. അവിടുത്തെ കോർ കമാൻഡേഴ്സും മേജർ ജനറൽസും അവരുടെ ഡിവിഷണൽ കമാൻഡേഴ്സും ഒക്കെ അതിൻ്റേതായിട്ടുള്ള പ്ലാനിങ് ഉണ്ട്, അവർക്ക് അതിൻ്റേതായിട്ടുള്ള പ്രിപ്പറേഷൻസ് ഉണ്ട്. അത് വേണ്ട സമയത്ത് ഉപയോഗിക്കാനുള്ള ഒരു ശക്തിയും ഇന്ത്യൻ ആർമിക്ക് അവിടെ ഉണ്ട്. അവിടെ ഒരു കുറവ് വരുന്നു എന്നുള്ള ഒരു ഇതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല.
പക്ഷേ ഇപ്പോഴും അവരുടെ ആ ഒരു പ്രീച്ചിങ്സ്, അവരുടെ നോട്ടുകൾ, അതായത് ലഷ്കർ-ഇ തോയ്ബയുടെയും മറ്റുമൊക്കെ നോട്ടുകൾ അവിടുത്തെ ആൾക്കാരുടെ ഇടയിലേക്ക് പ്രചരിക്കുന്നതായി കേട്ടിട്ടുണ്ട്. കാരണം ആൾക്കാരുടെ മനസ്സിൽ തീവ്രവാദത്തിൻ്റെ വിത്ത് പാവുക, അവരെ ഭീകരവാദത്തിലേക്ക് ആകർഷിക്കുക, ഇന്ത്യക്ക് എതിരെ നിൽക്കുവാൻ പ്രേരിപ്പിക്കുക, ഇന്ത്യയിലെ സമാധാനം കെടുത്താൻ പ്രേരിപ്പിക്കുക, ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ അവിടെ നടത്താൻ അവർക്ക് സാധിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു അത് ആർട്ടിക്കിൾ 370 നിൽക്കുന്ന സമയത്ത് അത് പ്രകടമായിരുന്നു തോന്നുന്നു. എനിക്ക് എൻ്റെ പല സുഹൃത്തുക്കളോടും, അതായത് സൈനികരായിട്ടുള്ള സുഹൃത്തുക്കളോട് സംസാരിക്കുമ്പോൾ മനസ്സിലായിട്ടുള്ളത് അവർക്ക് സൈന്യത്തെ ഒരു ഭയവും ഇല്ലാത്തൊരു സാഹചര്യമാണ്. സൈന്യത്തെ കല്ലെറിയുന്നു എന്ന് പറയുന്നത് സിനിമയിൽ മാത്രം കാണുന്നതല്ല, അത് പല സ്ഥലത്തും ഒക്കെ നടക്കുന്ന കാര്യമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ലിയോ പറഞ്ഞതനുസരിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഇതൊരു ടെററിസത്തിൻ്റെ ആദ്യ പാഠമായിട്ട് ചെയ്യുന്ന ചില കാര്യങ്ങളാണ്. ലോക്കലായിട്ടുള്ള ആൾക്കാരെ അവരുടെ വശത്താക്കാൻ ശ്രമിക്കുക, ലോക്കലൈസ് ചെയ്തിട്ട് ആൾക്കാരുമായിട്ട് ബന്ധമുണ്ടാക്കുക, അവർക്ക് ഫിനാൻഷ്യലായിട്ട് ഹെൽപ്പ് ചെയ്തിട്ട് അവരുടെ വശത്താക്കുക, അവർക്ക് വേണ്ട കാര്യങ്ങൾ കൊടുത്തിട്ട്, പലർക്കും പല ബുദ്ധിമുട്ടുകളുണ്ട്, ആ ബുദ്ധിമുട്ടുകളൊക്കെ ഓവർകം ചെയ്തിട്ട് അവരെ സഹായിക്കാനുള്ള ശ്രമം നടത്തുക. ഇതൊക്കെ ഏതൊരു രാഷ്ട്രവും നമ്മുടെ നൈബറായിട്ടുള്ള രാഷ്ട്രങ്ങളോട് ഒരു ടെററിസം അല്ലെങ്കിൽ ഒരു ക്രോസ് ബോർഡർ അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ അവിടെ ഒരു ഇൻസ്റ്റബിലിറ്റി ഉണ്ടാക്കുന്നതിന് വേണ്ടി തുടങ്ങുമ്പോൾ തന്നെ ഈ ഒരു കാര്യങ്ങളൊക്കെ അവർ പാലിക്കുന്ന കാര്യം. അത് തന്നെയാണ് പാകിസ്ഥാനും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇപ്പുറത്തുള്ള അവരുമായിട്ട് ഇൻഫാക്ട് ഞാൻ ആ സ്ഥലത്തൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്, സിയാച്ചിൻ ഏരിയയിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയാമെന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള കുറേ ആൾക്കാർ ഇപ്പുറത്ത് റിലേഷൻസ് ഉള്ള ആൾക്കാരുണ്ട്, ഇവിടെയുള്ള ആൾക്കാർക്ക് അവിടെ റിലേഷൻസ് ഉള്ള ഒരു ടു ആൻഡ് ഫ്രോ ഒരു മൂവ്മെൻറ്റ് അന്ന് വളരെ ഭംഗിയായിട്ടുണ്ടായിരുന്നു. ഒരു ചെക്കും ഇല്ലാതെ ആൾക്കാർ വരുന്ന. ഇൻഫാക്ട് 91-71 ഓപ്പറേഷനൊക്കെ നമ്മൾ ഫാസൽക്ക സെക്ടറിലൊക്കെ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ് അവിടെ ആ ഓപ്പറേഷൻ അത് വലുതാക്കാൻ പറ്റിയിട്ടുള്ളത്. കാരണം ഈ കതിർകെട്ടുകളുടെ ഇടയ്ക്ക് തോക്ക് കൊണ്ടുവന്ന് അതുവഴി ക്രോസ് ചെയ്തിട്ട് ഇപ്പുറത്തോട്ട് കൊണ്ടുവന്ന് അതിനെ ശേഖരിക്കാനുള്ള ശ്രമം മാസങ്ങൾക്ക് മുമ്പ് തുടങ്ങുക, ഇതൊക്കെ നമ്മളങ്ങ് ചെക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യങ്ങളായിരുന്നു. പിന്നെ നമുക്ക് മനസ്സിലാക്കി, പിന്നെ നമ്മൾ ഓവർകം ചെയ്തു, അതിൻ്റേതായിട്ടുള്ള ഡിഫൻസ് ആക്ടിവിറ്റീസൊക്കെ നമ്മൾ ആ ഏരിയയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അങ്ങനെയാണ് ഇവരുടെ റിലേഷൻസ് ഈ പാകിസ്ഥാൻ. അപ്പോൾ ഒരു ടെററിസ്റ്റ് കൺട്രിക്ക് അവിടുന്ന് ടെററിസ്റ്റിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഈസി ആയിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. ഇന്ന് നമ്മളതൊക്കെ കർബ് ചെയ്തിട്ടുണ്ട്, അവരുടെ ആക്ഷൻസ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അവരുടെ ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറേ ആൾക്കാർ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ കൺട്രീസിൽ തന്നെ ഉണ്ട്, പ്രത്യേകിച്ച് ആ ബോർഡർ ഏരിയസിലുള്ള ചില സ്റ്റേറ്റുകളിലൊക്കെ അവരുമായിട്ട് കൂടെ ചേർന്ന് അല്ലെങ്കിൽ അവരെ എന്ത് കാര്യത്തിനും സപ്പോർട്ട് ചെയ്യുന്ന ഒരു തരത്തിലുള്ള ആൾക്കാരുണ്ട്. അങ്ങനെ ഉള്ളിടത്തെ ടെററിസം വളരുകയുള്ളൂ. ഇപ്പോൾ ടെററിസം വളരണമെങ്കിൽ അവർ ഓപ്പറേറ്റ് ചെയ്യുന്ന രാജ്യത്ത് അവർക്കൊരു ഫ്രണ്ട്ഷിപ്പ് കുറച്ചെങ്കിലും ഉണ്ടാകണം, അല്ലെങ്കിൽ ഒരു ഫാമിലീസ് അവരുടെ കൂടെ നിൽക്കണം, എന്നാലേ അവർ വളരാൻ പറ്റുള്ളൂ. അല്ല ടോട്ടലി എനിമിറ്റി ആണെങ്കിൽ അവർക്ക് കൂടെ വന്നിട്ട് വളരാനൊന്നും പറ്റില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു രീതി നേരത്തെ കുറേയൊക്കെ നിലവിലുണ്ട്, ഇപ്പോൾ കുറേയൊക്കെ കുറഞ്ഞിട്ടുണ്ട്, വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യാത്ത ആളുകളാണ്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ സ്റ്റോൺ പെൽറ്റിങ്, താങ്കൾ പറഞ്ഞതുപോലെ അന്നുണ്ടായിരുന്ന സ്റ്റോൺ പെൽറ്റിങ് ഇന്നില്ലല്ലോ, കുറേ വർഷങ്ങളായിട്ടൊന്നും നടക്കുന്നില്ല, വളരെ കുറവുണ്ട്, ആക്ടിവിറ്റീസിന് തന്നെ കുറവുണ്ട്. ഇപ്പോൾ 2019-ലും 2016-ലും നടന്ന ആക്ഷൻസ് കഴിഞ്ഞിട്ട് വളരെ ഈ മേജർ ആക്ഷൻസ് ഇപ്പോഴാണൊന്നും നടക്കുന്നത്, 6-7 വർഷങ്ങൾക്ക് ശേഷം. അപ്പോൾ അത്രയ്ക്ക് മാത്രം കുറവുണ്ടായിരുന്ന ഒരു സമയമെന്ന് പറയുന്നത് നമ്മൾ അവരെ കൺട്രോൾ ചെയ്തു അല്ലെങ്കിൽ ചെയ്യാൻ വളരെയധികം ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് തീർച്ചയായിട്ടും അങ്ങോട്ട് ആ രീതിയിൽ തന്നെ പോകും. നമുക്ക് ഈ ടെററിസം ഇവിടെ വളരുന്നതിനെ ചെറുക്കണമെങ്കിൽ നമ്മുടെ ആൾക്കാർ അവർക്കെതിരാകണം, അല്ലെങ്കിൽ അവർക്ക് ഇൻഫർമേഷൻ കൊടുക്കുന്ന രീതികളൊക്കെ മാറണം. ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യക്കാരുടെയാണ്, ഇന്ത്യ എന്ന് പറയുന്നത് ഭാരതമാണെന്നൊക്കെ ഒരു ചിന്താഗതി വളരണം. അങ്ങനെയൊക്കെ വളർത്തിക്കൊണ്ടുവരാനുള്ള ഒരു മോട്ടിവേഷനൊക്കെ ഇപ്പോൾ പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട്. ഇപ്പം തന്നെ JNKയിൽ തന്നെ അങ്ങനെയുള്ള പല കാരണങ്ങളായിട്ടുള്ള സെമിനാറുകളും ക്ലാസ്സുകളും ഇന്ന് അവിടുത്തെ ചെറുപ്പക്കാർക്ക് ജോലികളും ഒക്കെ കൊടുത്ത് അവരെയൊക്കെ ആ ഒരു സ്ട്രീമിൽ നിന്ന് മാറ്റി നമ്മുടെ നാട്ടിലേക്കുള്ള ഒരു സ്ട്രീമിലേക്ക് ഒരു മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരാനുള്ള ഭംഗിയായിട്ടുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നടക്കുന്നു എന്നാണ് എൻ്റെ അറിവ്. അപ്പം അങ്ങനെയൊക്കെ നടക്കുന്നിടത്ത് ഒരു ടെററിസം വളരെ ബുദ്ധിമുട്ടായിരിക്കും. നമുക്കൊരു സർജിക്കൽ സ്ട്രൈക്ക് പ്രതീക്ഷിക്കാമോ ഉടനെ തന്നെ, അതോ മറ്റേതെങ്കിലും ടാക്ടിക്സ് ആയിരിക്കുമോ ഈ വിഷയത്തിൽ ഉപയോഗിക്കുക? എന്താണ് അങ്ങ്? ഞാൻ എൻ്റെ ഒരു അഭിപ്രായം, പേഴ്സണലായിട്ടുള്ളൊരു അഭിപ്രായം ഞാൻ പറയുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വി ഷുഡ് ഗോ ഫോർ എ സ്ട്രക്ചറലായിട്ടുള്ള ഒരു അറ്റാക്ക് വേണം. ഇന്ത്യൻ പാകിസ്ഥാൻ എതിരായിട്ടുള്ള, പാകിസ്ഥാൻ ആർമിക്കെതിരായിട്ടുള്ള ഒരു സ്ട്രക്ചറൽ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ അവരുടെ നമ്മളൊരു കുറച്ച് ദൂരം പോയി അവരെ ഒരു ടാർഗറ്റിൽ ഒന്ന് ചെന്ന് സ്ട്രൈക്ക് ചെയ്ത് തിരിച്ചു, അതിനേക്കാൾ ഉപരി കുറച്ചുകൂടെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള അവരുടെ ഇന്നർ ബേസുകളിൽ പോയിട്ട് അവർക്ക് അവരുടെ സപ്ലൈ ലൈൻസ് കട്ട് ചെയ്യുക, അവരുടെ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന രീതി, അവർക്കൊരു പാഠം പഠിപ്പിക്കുന്ന രീതി. കാരണം ഈ ഇറിറ്റൻസ് നമ്മളെ ഇങ്ങനെ കുറേ കാലം കൊണ്ട് സഹിച്ചുകൊണ്ടിരിക്കുക.
നമ്മൾ ഇനി ചെയ്യേണ്ടത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള അവരൊരു പാഠം പഠിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ആക്ഷൻ ആയിരിക്കണം ഇന്ത്യൻ ആർമിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് പേഴ്സണലായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ ഈ ചർച്ചകളിൽ നിന്നൊക്കെ കേട്ടതിൽ നിന്ന് അതൊരു സർജിക്കൽ സ്ട്രൈക്ക് ഏറ്റവും മിനിമം എന്നുള്ള ഒരർത്ഥത്തിൽ വേണമെങ്കിൽ നമുക്ക് സംസാരിക്കാം. മേ ബി മോർ ദൻ ദാറ്റ് വിൽ ഹാപ്പൻ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. വി ആർ കേപ്പബിൾ ഓഫ് ദാറ്റ്. ഐ തിങ്ക് വി ആർ കേപ്പബിൾ. നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. ഒരു ഡൗട്ടും ഇല്ല. ഇന്ത്യൻ ആർമി അതിനൊക്കെ വളരെ ഭംഗിയായിട്ട് ട്രെയിൻ ചെയ്തിട്ടുണ്ട്, പ്ലാൻ ചെയ്തിട്ടുണ്ട്, എക്യുപ്ഡ് ആണ്, ടെക്നിക്കൽ എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. എല്ലാ കാര്യത്തിലും വി ആർ വെൽ പ്ലേസ്ഡ് ഫോർ ദാറ്റ്. പണ്ടൊക്കെ നമ്മൾ അതിർത്തിയിലൊക്കെ പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്നുള്ള നുഴഞ്ഞു കയറ്റം ഉണ്ടാകാറുണ്ടായിരുന്നു, ചൈനയുടെ ഭാഗത്തു നിന്നുള്ള പ്രകോപനം ഉണ്ടാകുമായിരുന്നു. അന്നൊക്കെ നമ്മൾ സഹനത്തിൻ്റെ പ്രതീകമായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ തിരിച്ചടി കൊടുക്കാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് തോന്നുന്നത് ചൈന ഒരല്പം കരുതലോടെ മാത്രമേ ഇനി ഇന്ത്യയെ തൊടാൻ ശ്രമിക്കുകയുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ അത് പറയുമ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ ഓർക്കുകയാണ്. ഇന്നത്തെ ന്യൂസ് പേപ്പറിൽ എവിടെയോ ഞാൻ വായിച്ചൊരു ലൈനാണത്. ചൈന നമ്മുടെ ഈസ്റ്റേൺ അതിർത്തിയിൽ പാകിസ്ഥാൻ്റെ കൂടെ ഒത്തുചേർന്നിട്ടാണോ അവർ ഏതായാലും ഒരു ടീമായിട്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. എന്തായാലും ഈ അവസരത്തിൽ ഒരു ഡെവലപ്മെൻറ്റ് അവരുടെ ഏരിയയിൽ, ബോർഡർ ഏരിയസിൽ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്ന ഒരു അവസരമാണ്. ഇന്നത്തെ പേപ്പറിൽ ഞാൻ വായിച്ചത് 6 എയർപോർട്ടുകൾ അവർ തയ്യാറാക്കി കഴിഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ചൈനയെ അങ്ങ് വിട്ടുകൊടുക്കാനൊന്നും പറ്റില്ല. ചൈന എന്നുള്ളത് നമ്മുടെ ഒരു പ്രധാന ഒരു എനിമിയായിട്ട് നിലനിൽക്കുക തന്നെയാണ്. പക്ഷെ നമുക്ക് ആ ഏരിയയും കവർ ചെയ്യാൻ പറ്റും. നമ്മുടെ സൈന്യം ഇപ്പുറത്ത് നമ്മുടെ വെസ്റ്റേൺ ബോർഡറും കവർ ചെയ്യാൻ പറ്റും എന്നുള്ളത് തീർച്ചയായിട്ടും സാധിക്കും. ചൈനയുടെ കയ്യിൽ ഒരു പപ്പറ്റാണ് പാകിസ്ഥാൻ എന്നുള്ളത് നമുക്ക് ശരിക്കും ആ ഒരു സംശയം ബലപ്പെടേണ്ട ഒരു സമയമാണ്. കാരണം ചൈനയുടെ സാമ്പത്തിക സഹായത്തിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ പിടിച്ചു നിൽക്കുന്നത്. അപ്പോൾ ഇതിന് അങ്ങനെ ഒരു ഇൻഡയറക്റ്റ് അർത്ഥവും ഉണ്ടാകണം, തള്ളിക്കളയാൻ പറ്റില്ല. തീർച്ചയായിട്ടും ചൈന അത് തന്നെയാണ് ഒരു പരിധിവരെ ഉദ്ദേശിക്കുന്നത്. അവരുടെ ഒരു പപ്പറ്റായിട്ട് വെക്കിയിട്ട് അവർ പറയുന്നതൊക്കെ കേട്ട് ഇന്ത്യക്കെതിരായിട്ട് അവിടെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക എന്നൊക്കെ ഉള്ള ഒരു അർത്ഥത്തിലായിരിക്കും അവർ പറയുന്നത്. ഏതായാലും പാകിസ്ഥാൻ എന്ന് പറയുന്നത് അൺലെസ് ദേ ചേഞ്ച് ദെയർ സ്റ്റാൻഡ് ആൻഡ് ചേഞ്ച് ദെയർ വേ ഓഫ് ഡൂയിങ് ഇറ്റ്, ഡയറക്ഷൻസ് മാറി ചിന്തിക്കാതെ അവർക്ക് ഇങ്ങനെ ഒരു രീതിയിൽ പോവുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി വെരി വെരി സാഡ് ഫോർ ദം എന്ന് മാത്രമേ എനിക്ക് പറയാം. അതുപോലെ മറ്റൊരു മോശപ്പെട്ടൊരു കാര്യം കൂടി അവരുടെ ഭാഗത്തു നിന്നുണ്ടായി. മുസ്ലിങ്ങളെ തിരഞ്ഞുപിടിച്ച് ഒഴിവാക്കി മറ്റുള്ളവരെ കൊലപ്പെടുത്തുന്ന ഒരു രീതി കൂടി ഈ ഭീകരർ കഴിഞ്ഞ ദിവസം. അപ്പോൾ അത് ബോധപൂർവം അവർക്ക് പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നില്ല ഭീകരവാദികൾക്ക് മുസ്ലിം എന്നോ ഹിന്ദു എന്നോ ഉണ്ടാവില്ല. അവർ ആക്രമിക്കുന്നു, ബോംബ് വെച്ച് തകർക്കുന്നു. പക്ഷേ അതിലൂടെ അവർ എനിക്ക് തോന്നുന്നു ഒരു കുതന്ത്രം പയറ്റിയതാകണം ഈ ഇന്ത്യയിൽ മറ്റ് സ്ഥലത്തെ മുസ്ലിങ്ങളോട് വിരോധമുണ്ടാക്കുന്ന അല്ലെങ്കിൽ ഒരു വർഗീയ ചേരിതിരിവ് ഇന്ത്യയിൽ സൃഷ്ടിക്കുക എന്നുള്ള ലക്ഷ്യം കൂടി അവർക്കുണ്ടാകുമായിരിക്കും. എനിക്ക് തോന്നുന്നു അൺഫോർച്ചുനേറ്റ്ലി ഇപ്പം നമ്മുടെ ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ സെറ്റപ്പിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ പൊതുവേ അവരൊരു വിഭാഗങ്ങളുമായിട്ട് അല്ലെങ്കിൽ ഒരു വിഭാഗവുമായിട്ട് ചേരിതിരി നിൽക്കാൻ ആഗ്രഹിക്കുന്നവരാണെന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എത്രമാത്രം അത് ശരിയാണെന്നോ തെറ്റാണെന്നോ ഒന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അതൊക്കെ ഒരു വലിയ ഹയർ ലെവലിൽ ചിന്തിക്കുന്നൊരു കാര്യം. എന്തായാലും പാകിസ്ഥാൻ അങ്ങനൊരു സ്ഥിരീകരണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. അത് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തെമ്പാടുമായിട്ടും ഇതൊരു ഹിന്ദു രാഷ്ട്രമാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു രീതിയിലേക്ക് അവർ വന്നു കഴിഞ്ഞു. അതൊരു സ്ട്രാറ്റജിയായിട്ട് അവർ പ്ലാൻ ചെയ്യാണ്. കാരണം പല സ്ട്രാറ്റജികളും ട്രൈ ചെയ്ത് നടക്കാത്തത് കൊണ്ട് ഇതൊരു സ്ട്രാറ്റജിയായിട്ട് ചെയ്തിട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇറ്റ്സ് വെരി ബാഡ്. ഇപ്പം താങ്കൾ പറഞ്ഞതുപോലെ ഈ ഒരാളെടുത്ത് ചോദിക്കുക നിങ്ങൾ ഹിന്ദുവാണോ അല്ലെങ്കിൽ അവരെ ഹിന്ദുവാണോ എന്നുള്ളതിന് തെളിവ് നോക്കുക, എന്നിട്ട് അവരെ അതേ രീതിയിൽ അവരെ ആക്രമിക്കാൻ ശ്രമിക്കുക, ഹിന്ദു അല്ലാത്ത ആളുകളെ സ്പെയർ ചെയ്യുക എന്നൊക്കെ പറയുമ്പം ദിസ് ഈസ് ടു മച്ച്. ഇത് ബ്രൂട്ടാലിറ്റിയുടെ അങ്ങേയറ്റം വരുന്നൊരു കാര്യമാണ്. എനിക്ക് ഞാൻ ചെന്ന് ജോയിൻ ചെയ്ത ആർമി യൂണിറ്റിലെ ഒരു പഞ്ചാബി ഓഫീസർ പറഞ്ഞൊരു കഥയാണിപ്പോൾ ഓർമ്മ വരുന്നത്. പുള്ളിയുടെ ഈ ഇൻഡിപെൻഡൻസിന് മുമ്പായിട്ട് പുള്ളിയുടെ കംപ്ലീറ്റ് ഫാമിലിയും പാകിസ്ഥാനിലായിരുന്നു. ഒരു പഞ്ചാബി ഫാമിലി. ഒരു 7 സിസ്റ്റേഴ്സും ഒരു 4 ബ്രദേഴ്സും ഉണ്ടായിരുന്ന ഒരു ഫാമിലി. അവർ തിരിച്ച് ഈ സമയത്ത് അവിടെ അവർക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ കൊണ്ട് അവിടെ നിന്ന് ഓടുകയായിരുന്നു. പുള്ളി പറഞ്ഞത് 7 സിസ്റ്റേഴ്സിൽ അൺഫോർച്ചുനേറ്റ്ലി ഒരു സിസ്റ്റർ മാത്രം ഇന്ത്യയിലും 6 പേർ അവിടെയായിരുന്നു അവരുടെ ബന്ധങ്ങൾ വെച്ചിട്ട്. ആ 6 പേരെയും അവിടെ കൊന്നു എന്നുള്ളതാണ്. ഒരു സിസ്റ്റർ ഇപ്പുറത്തുള്ള ആൾ മാത്രമേ ജീവിച്ചിരുന്നുള്ളൂ. അത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഇദ്ദേഹത്തിൻ്റെ അമ്മയാണ്. ഞാൻ അമ്മയെ പോയി കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ ഈ പാകിസ്ഥാൻ എന്ന് കേൾക്കുമ്പോൾ അത്രമാത്രം വിരോധമാണ് മനസ്സിലുള്ളത്. കാരണം ഇഷ്ടംപോലെ ആളുകൾ തെരഞ്ഞു പിടിച്ചു കൊന്നിട്ടുള്ള അന്നുണ്ടായിരുന്ന സംഭവമാണ്. അങ്ങനെ ഒരു ചരിത്രം അവർക്കുണ്ട്, കൾച്ചർ അവർക്കുണ്ട്. അത് തന്നെ ഇപ്പോഴും അവർ ഫോളോ ചെയ്തിരിക്കുന്നുണ്ട്.
അത് നമ്മുടെ പിന്നെ ഇൻഡിപെൻഡൻസിൻ്റെ സമയത്ത് അന്ന് അവർ അങ്ങോട്ട് പോയ സമയത്ത് അവിടെ പാകിസ്ഥാനിൽ മുസ്ലിങ്ങൾ മാത്രം മതി എന്നുള്ളൊരു ചിന്താഗതിയിൽ ചിന്തിച്ച ഒരു സമയമുണ്ടായിരുന്നു. പിന്നെ ആ സമയം പിന്നെ അത് ഒരു ഗ്ലോബലായിട്ടുള്ള ആക്ടിവിറ്റിയിൽ അവർക്കത് നെഗറ്റീവ് ആകുമെന്ന് വെച്ചാൽ അവരത് മാറ്റിവെച്ചു എന്നുള്ളത്. പക്ഷേ അങ്ങനെ ചിന്തിച്ചൊരവസരമാണ് ഞാൻ ഈ പറയുന്നത്. 7 സിസ്റ്റേഴ്സിനെ അവർ കൊന്നുകളഞ്ഞു. ഒരു സിസ്റ്റർ ഇന്ത്യയിലുണ്ടായിരുന്നു, മാസം സർവേ ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ അവരുടെ കൂടെ ഉള്ള ബ്രദേഴ്സ് എന്ന് പറയുന്ന, ഇപ്പോൾ ചിലപ്പോൾ അവർ ഞാനൊരു 20 വർഷം മുമ്പുള്ള കാര്യം പറയും, ഇപ്പോൾ അവർ മരിച്ചിരിക്കും. ഏതായാലും ഞാൻ പറയുന്നത് ഈ ബ്രദേഴ്സും ഈ ഒറ്റ സിസ്റ്ററും ഇന്ന് പാകിസ്ഥാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രമാത്രം വിരോധമെടുക്കാൻ കാരണം അവരുടെ സ്വന്തം സിസ്റ്റേഴ്സിനെ അവിടെ കൊന്നു എന്നുള്ളതാണ്, തെരഞ്ഞുപിടിച്ച് കൊന്നു എന്നുള്ളത്. ആ ഒരു രീതിയിലേക്ക് തന്നെയാണ് ഇപ്പോൾ പാകിസ്ഥാൻ ശ്രമിച്ചത്. അത് പാകിസ്ഥാൻ ടെററിസ്റ്റ് ഗ്രൂപ്പുകളെ കൊണ്ടും ISIയെ കൊണ്ടും ചെയ്യിപ്പിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും അവരതിൽ പിന്മാറിയില്ലെങ്കിൽ ലോകരാഷ്ട്രങ്ങളുടെ ഇടയ്ക്ക് തന്നെ ഇങ്ങനെയുള്ള തന്ത്രങ്ങളും കുതന്ത്രങ്ങളും ഒന്നും വിറ്റുപോകാനുള്ളൊരവസ്ഥയല്ല ഇപ്പോഴുള്ളത്. കാര്യം ഇന്ത്യ എന്ന് പറയുന്നത് നമ്മൾ വെറുതെ ഇരിക്കുകയല്ല, നമ്മളും ലോകരാഷ്ട്രങ്ങളൊക്കെ ബന്ധപ്പെടുന്നുണ്ട്, അവരുടെ കാര്യങ്ങൾ നമ്മൾ അവതരിപ്പിക്കുന്നുണ്ട്, UN മുതലായ സംഘടനയിൽ നമ്മൾ നമ്മുടേതായ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ പാകിസ്ഥാൻ ഒരു ടെററിസ്റ്റ് കൺട്രിയാണെന്ന് ഡിക്ലെയർ ചെയ്യാനുള്ള UN-ലും മറ്റ് സ്ഥലങ്ങളിലും ഒക്കെ ഡിക്ലെയർ ചെയ്യാനുള്ള ഒരു അവസ്ഥയിൽ എത്തണം. അതിനുള്ള തെളിവുകൾ ഇത് നിരത്തിയിട്ട് ഇന്ത്യൻ രാഷ്ട്രീയം അത് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കതൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. ലോകരാഷ്ട്രങ്ങൾക്ക് പാകിസ്ഥാനോട്ടുള്ള വെറുപ്പും, ഇൻഫാക്റ്റ് അത് വെറുപ്പായിട്ട് ഞാൻ കൂട്ടുന്നില്ല, അവരെ മാറ്റിയെടുക്കാനുള്ള അവസ്ഥയിലേക്ക് വരാൻ പറ്റുമെന്നാണ്. തീർച്ചയായിട്ടും എന്തായാലും പാകിസ്ഥാൻ മാറേണ്ടതുണ്ട്. പക്ഷേ പഹൽഗാമിൽ നടത്തിയ ഈ ഹീനമായ കൃത്യത്തിന് ശക്തമായ തിരിച്ചടി ഇന്ത്യ നൽകണം എന്നുള്ള അഭിപ്രായമാണ് ഇവിടെ ഉയരുന്നത്. അത് കേവലം ഒരു സർജിക്കൽ സ്ട്രൈക്കിൽ ഒതുങ്ങരുത്, അതിനപ്പുറത്തേക്ക് പോകണം. അവരുടെ സപ്ലൈ ലൈനുകൾ കട്ട് ചെയ്യുക, അവരുടെ സംഭരണശാലകൾ തകർക്കുക, അവരെ സൈനികമായി ഹാൻഡിക്യാപ്പ് ചെയ്യുക, അതാണ് ഇന്ത്യ ചെയ്യേണ്ടത് എന്ന അഭിപ്രായമാണ് ഉയരുന്നത്. വളരെയധികം നന്ദി സാർ, ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റുമായി പ്രതികരിച്ചു. താങ്ക് യു സോ മച്ച്. ടോക്കിംഗ് പോയിന്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം. നമസ്കാരം.